സിനിമാ താരങ്ങളുടെ രൂപസാദൃശ്യമുള്ളവരെ താരങ്ങൾ വലിയ രീതിയിലൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. അവർ മിമിക്രിക്കാർ ആയിരിക്കുന്നിടത്തോളം അവരെ താരങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ അവർ സിനിമയിലൊന്ന് വന്നാൽ താരങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. തമിഴ്നാട്ടിൽ വടിവേലുവിനെ ആദ്യമായി അനുകരിച്ച് ഡാൻസും മിമിക്രിയും ചെയ്ത കലാകാരനാണ് സുകുമാർ എന്ന കാതൽ സുകുമാർ. തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ റെക്കോർഡ് ഡാൻസ് എന്ന കലാരൂപത്തിലൂടെയായിരുന്നു സുകുമാർ ആദ്യമായി വടിവേലുവിനെ അനുകരിച്ചത്. എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് സിനിമയിൽ അവസരം തേടി. അന്ന് വടിവേലു കത്തി നിൽക്കുന്ന സമയം. മണിക്കൂറിന് ലക്ഷങ്ങളാണ് വടിവേലുവിന് പ്രതിഫലം. വടിവേലുവിന് പകരം വടിവേലുവിനെ അനുകരിക്കുന്ന സുകുമാർ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയത് ശ്രദ്ധിക്കപ്പെട്ടു. ടി രാജേന്ദ്രൻ മകൻ ചിമ്പുവിനെ നായകനാക്കി ആദ്യമായി ഒരുക്കിയ കാതൽ അഴിവതില്ലയിൽ സുകുമാർ അഭിനയിച്ചു. പിന്നീട് തുടരെ സിനിമകൾ സുകുമാറിന് കിട്ടി. അങ്ങനെ ഒരിക്കൽ ഏതോ സിനിമയുടെ സെറ്റിൽ വെച്ച് വടിവേലു സുകുമാറിനെ കണ്ടു. തമ്പി കൊഞ്ചം പേസണം എന്ന് പറഞ്ഞ് സുകുമാറിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഓരോ സിനിമാ കമ്പനിയിലും പോയി എന്നെ പോലെ അഭിനയിക്കുമെന്ന് പറഞ്ഞാണല്ലോ നീ ചാൻസ് വാങ്ങുന്നത്, മോശമല്ലേ അത്? വടിവേലു ചോദിച്ചു. സുകുമാർ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പുറകിൽ നിന്ന് ഒരു അടി പൊട്ടി. വടിവേലു തന്നെയാണ് തല്ലിയത്. കൂടെ വടിവേലുവിന്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. സുകുമാറിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണോ എന്ന് ചോദിച്ചു. അടി കൊണ്ട് സുകുമാറിന്റെ മുഖത്തു നിന്ന് രക്തവും വന്നു. വടിവേലുവിന് സീൻ പന്തിയല്ല എന്ന് അപ്പൊ തന്നെ മനസ്സിലായി. സുകുമാറിനെ കൊണ്ട് പരാതി ഒന്നുമില്ലെന്ന് നിർബന്ധിച്ച് തന്നെ എഴുതി വാങ്ങി. പക്ഷേ സുകുമാറിന്റെ മനസ്സിൽ വാശിയുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സുകുമാറിന് കൈ നിറയെ സിനിമകൾ കിട്ടി. വിരുമാണ്ടി എന്ന സിനിമയിൽ കാളപ്പോരിന് അനൗൺസ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. സുകുമാർ ശരിക്കും നാട്ടിൽ ആ ജോലി ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞ് കമൽഹാസൻ ആ റോൾ സുകുമാറിന് കൊടുത്തു. അതേ വർഷം തന്നെ വസൂൽ രാജ MBBS എന്ന ചിത്രത്തിലും കമൽഹാസൻ സുകുമാറിന് തന്റെ കൂടെ നിൽക്കുന്ന ഒരു വേഷം കൊടുത്തു. പാട്ടുരംഗങ്ങളിൽ കമൽഹാസന്റെ കൂടെ സുകുമാറും നൃത്തം ചെയ്തു. അങ്ങനെ ഒരു ദിവസം AVMൽ 3 സിനിമകളുടെ പൂജ നടക്കുന്നു. 3 സിനിമയിലും സുകുമാർ ഉണ്ട്. പൂജയ്ക്ക് വടിവേലു വന്നിരുന്നു. ഷൂട്ടിംഗ് സെറ്റിലേക്ക് വടിവേലു ഒരാളുടെ തോളിൽ കൈയിട്ട് വരികയായിരുന്നു. വടിവേലുവിനെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. സുകുമാർ വടിവേലു വരുന്നത് കണ്ടു. കാലിന്മേൽ കാലിട്ട് കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെ സുകുമാർ ഇരുന്നു. എഴുന്നേറ്റില്ല. വടിവേലു ഇത് കണ്ടതും പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് വേറെ വഴി പോയി. വടിവേലുവിന് വല്ലാത്ത ഇൻസൾട്ടായിപ്പോയി. സുകുമാറിന് പ്രതികാരവും. പിന്നീട് കാതൽ എന്ന സിനിമയ്ക്ക് ശേഷമാണ് സുകുമാർ കാതൽ സുകുമാർ ആയത്. ഇപ്പോൾ സുകുമാറിന്റെ വടിവേലിനോടുള്ള സാദൃശ്യമൊക്കെ മാറി. 2 സിനിമകൾ സുകുമാർ ഡയറക്റ്റ് ചെയ്തു. ഇപ്പോഴും ചില ഫംഗ്ഷനുകളിൽ വടിവേലുവിനെ അനുകരിക്കാൻ പറഞ്ഞാൽ സുകുമാർ അനുകരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും വടിവേലുവിനെ സുകുമാറിന് ഇഷ്ടമല്ല എന്നതാണ് സത്യം. സ്റ്റേ ട്യൂൺഡ് വിത്ത് 3 Shade.